ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാ ഇന്ന് ഞങ്ങൾ അതിരടി മൂവി കണ്ടു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു അഭിപ്രായം അതെ, അതായത് ഞങ്ങളിപ്പോ അതിരടി ഫിലിം കണ്ട് നേരെ വീട്ടിലെത്തിയ ഉടനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. രാത്രി 2 മണിയാണ് സമയം. ഞങ്ങള് 10:30 ഷോയാ കണ്ടത്. അപ്പൊ കണ്ടപ്പോ റിവ്യൂ ഒന്നല്ല കേട്ടോ, ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്താണ് ഇഷ്ടായോ ഇഷ്ടായില്ലേ ഒരു അഭിപ്രായം. നമ്മളൊരു കാര്യം പറയാറുണ്ട്, ഇതോ പടം മോശമാണെങ്കിൽ ഞാൻ പറയില്ല, പടം മോശമാണെങ്കിൽ അതെ അതെ എന്റെ കംപ്ലീറ്റ് തീരുമാനം അങ്ങനെ ഇല്ലെങ്കിലും പടം ഇപ്പോൾ പറയും പടം മോശമായിട്ടുണ്ടെങ്കിൽ റിവ്യൂ പറയാൻ ഇപ്പോൾ വരില്ല. അപ്പൊ റിവ്യൂ അതെന്തുകൊണ്ടാന്ന് അറിയോ, ഞാൻ ഒന്ന് പറയട്ടെ. എന്നുവെച്ചാ എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി പലർക്കും ഇഷ്ടമാവാറില്ല, എനിക്ക് ഇഷ്ടമാവാത്തത് പലതും പലർക്കും ഇഷ്ടമാവാറുണ്ട്. അപ്പൊ നമ്മളൊരു റിവ്യൂ കണ്ട് ഒരാളുടെ ഒരു അഭിപ്രായം കേട്ടിട്ട് ഫിലിമിന് പോവാന്ന് പറയുന്നത് ഒരു ശരിയുള്ള കാര്യമല്ല, അത് വിശ്വസിക്കുന്നു ഞാൻ. അതുകൊണ്ട് അത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത് ഞാൻ പറയാം, നല്ല ഫിലിമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നീ പറഞ്ഞോളൂ. സൂപ്പർ പടമാണ്. സൂപ്പർ പടം എന്ന് പറഞ്ഞാല് ഒരു പക്ഷേ ഹാർട്ട് ടച്ച് ചെയ്തു, മുത്തുമണിന്റെ ഹാർട്ടൊക്കെ ടച്ച് ചെയ്തോ? സീരിയസ്ലി ഹാർട്ട് ടച്ചിങ് സീൻസ് ഉള്ളൊരു മൂവിയാണ്. നമ്മളെ റിവ്യൂ ചിലപ്പോൾ ഒരു പക്ഷേ പല ആൾക്കാരുടെ റിവ്യൂ കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇത് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഫാമിലി, ഞങ്ങളെ ഫാമിലി, ഞങ്ങൾ 4 പേരും കൂടി പോയി കണ്ടിട്ടുണ്ട്. അവനിപ്പോ അലർജി കാരണം കണ്ണൊക്കെ ചൊറിഞ്ഞു ഇപ്പൊ വന്നില്ല, അവനവിടെ കിടന്നു. അതെ, ഫാമിലിയുടെ അഭിപ്രായമായിട്ട് കണക്കാക്കാം. ഇനീഷ്യലി ഫസ്റ്റ് ഹാഫ് മൂവി ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല. അതെ, നമ്മളിപ്പോ ഇങ്ങനെ പറയില്ലേ, ഓൾ ഇസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ എന്ന് പറയും, അങ്ങനെ പറയും, ഇംഗ്ലീഷിൽ പറയും. അതായത് നന്നായി അവസാനിക്കുന്നതെല്ലാം നല്ലത് എന്ന് പറയണ പോലെ അങ്ങനെ പറയും. അപ്പൊ നമ്മൾ ഈ പടം ഫുള്ള് കണ്ടു കഴിയുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങുന്നത്, ആ പടം കണ്ട് ഇറങ്ങുന്നത് ഒരിക്കലും നിരാശയിലായിരിക്കില്ല. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഫസ്റ്റ് പല റിവ്യൂസും പറഞ്ഞു, ചിലപ്പോൾ ഞാൻ റിവ്യൂ കേട്ടില്ല പ്രാവശ്യം. അതായത് ഫസ്റ്റ് ഹാഫ് ആദ്യം ജസ്റ്റ് പറയാം, ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ബോറടി ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പക്ഷെ ഇതൊക്കെ മാറിയത് സെക്കൻഡ് ഹാഫിൽ ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് അല്ല, അതിന്റെ മുമ്പ് തന്നെ ടൊവിനൊക്കെ വന്നപ്പോ തന്നെ കുറച്ച് മാറ്റം വന്നു. ഈ ഫിലിം ആദ്യം മുതൽ കുറച്ച് ഭയങ്കര ലാഗ്, ചെറിയൊരു എനിക്ക് ബോറായി തോന്നിയില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. എനിക്ക് ഇത്തിരി ലാഗ് ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തോന്നി. പക്ഷെ ടൊവിനൊക്കെ വന്നപ്പോഴേക്കും ഫുൾ മാറി, ഫിലിമേ മാറി. 2 കാര്യം എനിക്ക് ഈ പടത്തിൽ 2 കാര്യം. ഒന്ന് അമ്മപ്പുതപ്പ്, അത് പാടാനറിയില്ല, പാടാനോ വയ്യ, പാടുന്നില്ല, പാടി കൊളാക്കുന്നില്ല. അമ്മപ്പുതപ്പ് എന്നുള്ളൊരു സാധനം ഉണ്ട്, ഒരു പാട്ട്. രണ്ടാമത്തത് ഇതിൽ ഞാൻ പറയാം, ഇതുവരെ പറഞ്ഞിട്ടില്ല, എൻ്റെ ടൊവിനോ എന്ന് ഞാൻ പറയാൻ കാരണം എന്താ പറയുക, എനിക്ക് ടൊവിനോനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ മൂവിയും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ പറയല്ല ബേസിൽ മോശമായിട്ടോ ബാക്കിയുള്ളൊരു മോശമായിട്ടില്ല, എവിടെയോ ആ ഒരു കഥയുടെ ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് ചില സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷനിൽ നേരെ ടൊവിനോട് വന്നിട്ട് വേറെ റേഞ്ചിലേക്കാണ് പോവാണ് പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളങ്ങനെ പറയും, അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു ലൈനുണ്ട്, അത് ചിലപ്പോൾ താഴും പൊന്തും. ഇപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ബോറാന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഈ പടം വേറെ ലെവൽ ഹൈപ്പിലേക്ക് കൊണ്ടുപോകും. പ്രത്യേകിച്ച് ഒരു ഭയങ്കര തമാശ സീനും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇത് വല്ലാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്ന ചില സസ്പെൻസ് കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ എന്താ പറയുക, ഈ സ്പോയിലേഴ്സ് ഒന്നും ഇതിൽ പറയുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്യാമ്പസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മൾ പഴയ ക്യാമ്പസിലൊക്കെ കാണുന്നത് പോലുള്ള എന്താ പറയുക, ഒരു റിയൽ ലൈഫ് ക്യാമ്പസ് സ്റ്റോറി പുറത്തുനിന്ന്, അതായത് ക്യാമ്പസിൻ്റെ പുറത്തുനിന്ന്, ഇപ്പോൾ കോളേജിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ പഠിക്കാത്തവർക്ക് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ എന്താ അതെന്ന് തോന്നിയേക്കാം. അങ്ങനത്തെ പല കാര്യങ്ങളിലുണ്ട്. നേരെ മറിച്ച് കോളേജിൽ പഠിക്കുന്ന, അപ്പോൾ അതുപോലത്തെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചിട്ട് ഒരു ഫംഗ്ഷൻ റിലേറ്റഡ്, അതായത് ഒരു ഫെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണത്. ആ ഒരു ഫെസ്റ്റിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എന്നാൽ അതിനിടയ്ക്ക് കുറേ ബോറ് പരിപാടികളുണ്ട്. പക്ഷെ അതൊന്നും പടം കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ മനസ്സിൽ നിൽക്കില്ല. അല്ലേ എനിക്ക് ബോറ് പരിപാടി ആൾക്ക് ബോറില്ല. ഞാൻ പറയാം, ഞാൻ എൻ്റെ ഒരു കഥ പറയാട്ടെ, നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം പറയുന്ന സമയത്ത്. അല്ലേ മുത്തുമണിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ മൂവി? മുത്തുമണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ മൂവിയിൽ? കുറെ ചിരിക്കുണ്ടായിക്കണു. പിന്നെ മാത്രല്ല ആ ഓട്ടോ ഷോയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു.
ആ ഓട്ടോഷോ ഉണ്ട് അല്ലേ? അല്ല അതിന്റെ സ്പോയിലറൊന്നും അല്ലല്ലോ, അതൊക്കെ ഉണ്ട് അതില്. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്, ഒരു സർപ്രൈസ് എലിമെന്റ് ഉണ്ട്. പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ഇത്? ഒരു സർപ്രൈസ് എലിമെന്റ് ഇന്നത്തെ കാലഘട്ടം റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സർപ്രൈസ് എലിമെന്റ്. ഇനിയിപ്പോ ഓരോരുത്തർ ഇൻഡിവിജ്വൽ കാര്യങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബേസിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു. അടിപൊളിയായിട്ട് ത്രൂ ഔട്ട് ബേസിൽ നല്ല അടിപൊളിയായിട്ട് ബേസിൽ ചെയ്തിട്ടുണ്ട്. ആരും അങ്ങനെ മോശമായി ചെയ്തിട്ടില്ല. ഞാൻ ടോവിനോന്റെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ, ടോവിനോന്റെ കേസ്. പിന്നെ സത്യം പറഞ്ഞാൽ ആ പടത്തിന്റെ ആ ഒരു ഗതി മാറ്റി തുടങ്ങിയത് ടൊവിനോ ആണ്. പക്ഷേ അയ്യോ വന്നോണ്ടല്ലോ അടിപൊളിയാട്ടോ, ശരിക്കും ഭയങ്കര രസമാണ്. അയ്യോ ശരിക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവര്, നാച്ചുറൽ ആയി ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ഇവിടെ കേട്ടുട്ടോ ഷാന്റെ പെർഫോമൻസ് കണ്ട് ചില ആൾക്കാർ പറഞ്ഞു അത് അടിപൊളി, ഭയങ്കര രസമായില്ലേ? ഷാന്റെ ഫസ്റ്റ് മൂവിയാണ്. ഷാൻ റഹ്മാൻ ഒരു രക്ഷയില്ല. അയ്യോ ഇത് ഞാൻ പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിൽ ആ സീനൊക്കെ വരുന്ന വരും, നമുക്കൊന്നും പറയാൻ കഴിയില്ല. അയ്യോ ഒരു രക്ഷയില്ല. ഷാൻ സൂപ്പറായി, വിനീത് അടിപൊളിയായി, ടൊവിനോ അടിപൊളിയായി. ഇവര് ഇന്റർവ്യൂ കൊടുത്തിരുന്ന ഇവരുടെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബില് ഇവരുടെ ഇന്റർവ്യൂ മാറി വരില്ല അതിരടിയുടെ പ്രൊമോഷൻ ആയിട്ട്. അപ്പൊ ഈ 4 പേരുണ്ടല്ലോ ശരിക്കും ആ ഇന്റർവ്യൂ പോലെ തന്നെ സിനിമയില് അടിപൊളിയായിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ പിന്നെ ആണ് പിന്നെ കോമഡി. പക്ഷെ നമ്മള് സർപ്രൈസ് പാക്കേജ് ഞങ്ങൾക്ക് ഷാനായിരുന്നു. ടൊവിനോനൊക്കെ പറയുമ്പോ ടൊവിനൊക്കെ എന്ത്, പക്ഷെ ടൊവിനോ ഇതിൽ വേറൊരു ലൈനിലാണ്. ഞാൻ ടൊവിനോ എങ്ങനെ കണ്ടിട്ടില്ല തോന്നുന്നുണ്ട്. വേറൊരു ലൈനിലാണ് ടൊവിനോ വന്നത്. ഒരു കലിപ്പ് സീനൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല സീരിയസ്ലി. പിന്നെ എന്താ വെച്ചാല് ഇത് ഷാനൊരു സർപ്രൈസ് എലിമെന്റാ. ആ സർപ്രൈസ് എലിമെന്റ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടില്ല. ഒരു പക്ഷേ ചിലപ്പോ റിയൽ ലൈഫിൽ ആ ഒരു കോംബോ കെമിസ്ട്രി വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. പിന്നെ റിയ അഭിനയിച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. പെൺകുട്ടി അഭിനയിച്ചിട്ട് എനിക്ക് ചില സ്ഥലത്തൊക്കെ അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നി. പക്ഷെ അതിന് പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ടൈപ്പ് ഒരു ക്യാമ്പസ് മറ്റേ സർവ്വമായിലൊക്കെ. പക്ഷെ സർവ്വമായിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അത്രയ്ക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചില സീൻസ് ഒക്കെ അഭിനയിക്കുക, പക്ഷെ മോശമാണെന്നല്ല, നന്നായി ചെയ്തിട്ടുണ്ട്. ക്യാമ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അടിപൊളിയായിട്ട്. പിന്നെ ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ട കേസ് എന്താ വെച്ചാൽ ഈ ബേസിലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. നന്നായി കോളേജിലുള്ള ആൺകുട്ടികളുണ്ട്. ഒരു പ്രൊഫഷണൽ കോളേജിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആംബിയൻസിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മനസ്സിന് ഭയങ്കര ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ട് ആദ്യത്തെ, അതൊന്നും നമ്മൾ പറയുന്നില്ല. റിയലി ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആ ഒരു സംഗതിയും കൂടി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ആ ഇൻസിഡന്റിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്, അത് നമ്മളെ ചങ്ങാതി അല്ലേ പറയാല്ലേ, RDX ഉണ്ടായിരുന്നത്. RDX എനിക്ക് പക്ക ഭയങ്കര ഇഷ്ടപ്പെട്ട ആള്. ഞാൻ ഒരു രക്ഷയിലോട്ട് എന്റെ മനസ്സിൽ തൊട്ടു ചങ്ങാതിന്റെ ക്യാരക്ടർ. ഇയാൾക്ക് ഇത് ആരെങ്കിലും റിവ്യൂ കാണുമെന്നുള്ള അറിയില്ല, പക്ഷെ അതിന്റെ ക്യാരക്ടറും കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ അയാളെ പറ്റി ഒരുപാട് ഒരുപാട് ഫിലിം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കഴിവ്. അങ്ങനെ 1-2 സീനുകൾ ഞാൻ മൂപ്പർക്ക് അധികം സീനൊന്നുമില്ല, പക്ഷെ മെയിൻ സോളാണ് ആ മൂവിയുടെ എങ്കിലും അങ്ങനെ 1-2 സീനുകളിലൊന്നും ഇവരെ ഒതുക്കരുത്. നല്ല കഴിവുള്ള. പിന്നെ ഒരു സർപ്രൈസ് ഐറ്റം ഉണ്ട് അല്ലേ, അത് നമ്മൾ പറയുന്നിട്ടോ, അതേന് പറയുന്നില്ല. ഒരു സർപ്രൈസ് ഐറ്റം ഉണ്ട്. അതിന് വന്നോടുകൂടി ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് കൈ പൊന്തിച്ച് നീച്ചു. ഇത് എന്തോ ഒരു ഇതില് ഞാൻ കൈയൊക്കെ പൊന്തിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് എണീറ്റു. അപ്പൊ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ അതിന് പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ ഫിലിം അതായത് ഇന്ന് വന്നിട്ടില്ലല്ലോ, അപ്പൊ നമുക്കൊന്നും ശരിക്കും പറയാൻ പറ്റുന്നില്ല. കുറെ ദിവസം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് ചിരിക്കുകയൊക്കെ ചെയ്യാം. പറയാനുണ്ട്, ഓരോ കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. അമ്മപ്പുതപ്പ് എന്നുള്ളൊരു സംഭവം. ഈ അമ്മപ്പുതപ്പിന്റെ കാര്യം ആ പാട്ടാണ് സംഭവം കേട്ടോ. അമ്മപ്പുതപ്പ് സത്യം പറഞ്ഞ കോമഡിയാണ്. അമ്മപ്പുതപ്പ് കോമഡിന്ന് സത്യം പറഞ്ഞാൽ ഇമോഷണൽ ആക്കി അമ്മപ്പുതപ്പ്, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതാണ്. പക്ഷെ അവസാനത്ത് ആ ഇമോഷണൽ അമ്മപ്പുതപ്പ് ഉണ്ടല്ലോ, അതൊരു സംഭവമുണ്ട്. ആ ഇമോഷണൽ അമ്മപ്പുതപ്പിൽ പ്രത്യേകിച്ച് നമ്മുടെ ടൊവിനോന്റെ ഇതും കൂടി ആ സമയത്ത് വിഷമായി പോയി. അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നിയില്ലേ? അങ്ങനെ പറയുന്നത് ടൊവിനോന്റെ കേസ് ഒന്നും പറയണ്ട, എല്ലാവരും കണ്ടിട്ട് നമ്മളാരും സ്പോയിലർ തന്നിട്ട് ആരും പറയുന്നില്ല. കാണേണ്ട പടമാണ്. പല ആൾക്കാരും പറയുമായിരിക്കാം ബോർ ആണെന്നൊക്കെ പറയാൻ ചിലപ്പോൾ നിങ്ങൾക്കും തോന്നുമായിരിക്കാം ഇനീഷ്യലി അങ്ങനെയാണെന്നല്ല. പക്ഷേ അങ്ങനെ പോകുന്ന സമയത്തും ചില ഗോസ് ബംസ് മൊമെന്റ്, അത് ഗോസ് ബംസിൽ എന്താ പറയുക, ചില സമയത്ത് നമുക്ക് ചിരിപ്പിക്കുന്ന രീതിയിൽ നല്ല സന്തോഷം എന്താ പറയുക എൻഗേജിങ് ആക്കുന്ന രീതിയിലുള്ള മൊമെന്റ്സ് ആദ്യമുണ്ട്. കംപ്ലീറ്റ് അല്ല, ചില സമയത്ത് നമുക്ക് ലോജിക്കിൻ്റെ ഇത് തോന്നിപ്പോവും അല്ലേ. ചില സിറ്റുവേഷനിലൊക്കെ സമയത്ത് ബേസിൽ ചില കാര്യങ്ങളൊക്കെ എഴുതിയവൻ്റെ ഒരു ചെറിയൊരു എഴുതിയ ആളുടെ
എന്തിനെങ്ങനെ എഴുതിയെന്നൊക്കെ നമുക്ക് ചില സ്ഥലത്ത് തോന്നിപ്പോവും. പറയണ്ട, അത് മനസ്സിലായി, എനിക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വയ്യ. പക്ഷേ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവർക്കുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു തിയേറ്ററിൽ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ഡയലോഗ്സ് പ്രോപ്പറായിട്ട് കേട്ടില്ല. ഡയലോഗ് കേൾക്കുന്നുണ്ട്, BGM കേൾക്കില്ല. കാരണം മ്യൂസിക് ഭയങ്കരമായിട്ട് അത് തിയേറ്ററിന്റെ പ്രോബ്ലം ആണോന്ന് അറിയില്ല. ഇത് എന്താ പറയുക, BGM അടിപൊളിയായിട്ടുണ്ട്, നല്ല BGM ആണ്. പക്ഷെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഓവർഡോസ് ഓഫ് BGM എന്ന് ഫീൽ ചെയ്തു. എന്താ കാരണം വെച്ചാൽ നമുക്ക് ഈ ഡയലോഗ്സിനേക്കാളും കൂടുതൽ ഞങ്ങൾ പോയ തിയേറ്ററിൽ, ഇനിയിപ്പോൾ അത് ഏത് തിയേറ്റർ, ഞങ്ങൾ മഞ്ചേരത്തെ തിയേറ്ററാണ്, ലാഡർ സിനിമാസാണ്. ഇനിയിപ്പോൾ അത് ഞങ്ങൾ ഇരുന്നത് ഏറ്റവും ബാക്കിലായതുകൊണ്ടാണെന്ന് അറിയില്ല, ഡയലോഗ്സ് വരുന്ന സ്ക്രീനിൽ നിന്നാണ്, BGM വരുന്നത് നമ്മുടെ മേലുള്ള ഓവർ ഹെഡ് സ്പീക്കറിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഞങ്ങളൊക്കെ അപ്പുറത്തിരിക്കുന്നവരൊക്കെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച്, കാരണം ബിക്കോസ് വി വോണ്ട് ടു ലിസൺ, നമുക്ക് ഇത് കേൾക്കാൻ താല്പര്യമുണ്ട്, എന്താണ് ഇവർ പറയുന്നത് എന്നുള്ള കാര്യം, ആ ഒരു ഡയലോഗ്സ് പറയാൻ താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ഇനി കാണാൻ പോകുന്നവരോട് പറയുകയാണ്, ഈ പടം നിങ്ങൾ കാണാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥിരം നമുക്കൊരു സീറ്റുണ്ട്, ഏറ്റവും ബാക്കിലിരിക്കുന്ന സീറ്റ്, ആ സീറ്റ് ഒഴിവാക്കിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇരുന്നാൽ അതിനെല്ലാം നമുക്ക് വേറൊരു ഫിലിമിന് ഇത് ഫീൽ ചെയ്തിട്ടില്ലല്ലോ, വേറെ ഒരു മൂവിക്കും നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല. ഇതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ശബ്ദം, ഈ ഒരു BGM ഭയങ്കരമായിട്ട് അടിച്ചിട്ട് പല ഡയലോഗ്സും മിസ്സായിപ്പോയി. ഇതൊക്കെ കേൾക്കുന്നില്ല. അപ്പോൾ എനിക്ക് സംശയം തോന്നുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളുകൊണ്ട് ഫ്രണ്ടിലേക്ക് ചെവി കൂർപ്പിച്ചിരിക്കുക. കാരണം വെച്ചാൽ നമുക്കത് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രശ്നം, ഇതിപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ പ്രശ്നമാണോ എന്നുള്ളത് അറിയില്ല, നമ്മൾ ഇരുന്ന സീറ്റിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. അതായത് BGM വരുന്ന സ്ഥലത്തൊന്നും മര്യാദയ്ക്ക് കേൾക്കുന്നുണ്ടായില്ല, അത് തന്നെയാണ് സംഭവം. പിന്നെ വേറെ എന്താ, ആകെ ഒരു ഓളം ഉള്ള പടമാണ്. ലാസ്റ്റൊക്കെ ശരിക്കും എൻഗേജിങ് ആണ്, എന്റർടൈനിങ് ആണ്. വീണ്ടും പറയുന്നു, ഷാന് ചെറിയൊരു കോമഡി ചെയ്താൽ ഭയങ്കര ധ്യാന്റെ റെഫറൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പറയാൻ വയ്യ, ധ്യാന്റെ ചെറിയ റെഫറൻസ് ഉണ്ട്. അതേമാതിരി ഭയങ്കരമായിട്ട് ചിരിച്ചൊരു സാറുണ്ടല്ലോ ഇത്, ഞാൻ പറയണ്ട, ആ മറ്റേ ചെക്കൻ്റെ ആ മറ്റേതില്ലേ, ഇവരെ വിളിക്കുന്ന സമയത്ത് തമിഴില് ഞാൻ പറയില്ല, ഭയങ്കര ഞാൻ അതിനൊക്കെ എന്താ പറയുക, ഇതോ അതിനൊക്കെ മനസ്സറിയാതെ ചിരിക്കില്ലേ നമ്മൾ, അങ്ങനെ മനസ്സറിയാതെ. അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും ചില സാധനം വരുമ്പോൾ, ആ പയ്യന്മാരുടെ ചില സാധനം വരുമ്പോൾ നമ്മൾ മനസ്സറിയാതെ ചിരിച്ചു പോകും. യെസ്, അപ്പോൾ എല്ലാവരും പോയിട്ട് കാണാം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ചില കുട്ടി മുണ്ടിയിട്ടില്ല, ചില കുട്ടി ഓക്കെ അല്ലേ, വേറെ ഇഷ്ടപ്പെട്ടില്ലേ? നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ, നമുക്ക് ഭയങ്കര ത്രൂ ഔട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിതാണ് ഫസ്റ്റ് ഒരു ഹാഫിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, പക്ഷെ അതൊക്കെ തീർത്തു. അമ്മപ്പുതപ്പ് വന്നതോടുകൂടി തോട്ടക്കുട്ടൻ അല്ലേ, കുട്ടേട്ടൻ അല്ലെങ്കിൽ തോട്ടക്കുട്ടൻ നമ്മളെ ഷാന് ഇവരൊക്കെ വന്നതോടുകൂടി സീന് മാറി. ഞാൻ പോട്ടെ, എന്താണ് സീക്രട്ട് ഉണ്ടോ? ആയിക്കോട്ടെ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ, ഇതോ വേറൊന്നും പറയില്ലല്ലോ. അപ്പോൾ എല്ലാവരും അതിരടി പോയി കാണാം. നല്ല സിനിമയാണ്, എൻ്റർടൈനിങ് ആണ്, സന്തോഷിച്ചിരിച്ചിറങ്ങി വരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറക്കുന്നതായിരിക്കും അല്ലേ ഇതോ. അപ്പോൾ ടേക്ക് കെയർ. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. എന്താണ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. കാണാത്തവർ തിയേറ്ററിൽ തന്നെ പോയി കാണാം. OTT എനിക്ക് തോന്നുന്നില്ല, OTT കണ്ടാൽ ചിലപ്പോൾ ദഹിക്കില്ല കേട്ടോ. OTT കണ്ടാൽ ദഹിക്കില്ല, തിയേറ്റർ പോയി കാണാം. മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ. പിന്നെ ബേസിൽ പറയാതിരിക്കാൻ വയ്യ, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വേറൊന്നുമില്ല. ഇനി ആരെങ്കിലും നമ്മൾ മിസ്സായി അറിയില്ല, അച്ഛന്മാര് ഇവരൊക്കെ അല്ലേ, നമ്മളെ ശാന്തിവിള ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ റോൾസ് ചെയ്തിട്ടുള്ള ക്യാമ്പസിൽ വരുന്നുള്ള ടീച്ചേഴ്സിനുണ്ട്. പിന്നെ മറ്റേ ആൽഫമയിലും മറ്റേ പാർവതി എന്നൊരു പെണ്ണിന്റെ കൂടെ അഭിനയിച്ചില്ല, അവന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നല്ല ഹൈറ്റുള്ള ബോഡിയൊക്കെയുള്ള ചങ്ങാതി, അവനൊക്കെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ബോറാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന സമയത്തും ഈ ഫസ്റ്റ് ഹാഫ് ബോറല്ല അതെന്തായാലും പറയണ്ട, ബോറല്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് നമുക്ക് ഇങ്ങനെ അയ്യോ എന്താ അടുത്തതൊക്കെ ആവണില്ലല്ലോ. പക്ഷെ ഒരു കണക്കിന് ഒരു പടം ത്രൂ ഔട്ട് ആയിട്ട് ഭയങ്കരമായിട്ട് അടിച്ചുപൊളിയാക്കാൻ പറ്റിയില്ലെങ്കിലും ഫസ്റ്റ് ഹാഫ് ഇതാ നല്ലത്. നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഹാഫിൽ പിന്നെ ഇന്റർവെൽ ആവണതിന് മുമ്പ് തന്നെ സിനിമ വേറെ ലെവലിക്കാണ് പോകും, എന്നിട്ട് ഇന്റർവെൽ ആവുള്ളൂ. അപ്പൊ നമുക്ക് ഇന്റർവെല്ലിൽ തിരിച്ചിറങ്ങി ഓടിച്ചെല്ലാനുള്ള ആ ഒരു സംഗതി പത്തിന് ബെറ്റർ വരും അല്ലേ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. മൂവി റിവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഇതേപോലെ കാണുന്ന പടങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇനി വന്ന ദൃശ്യല്ലേ, ഇത് എനിക്കറിയില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇഷ്ടമായാൽ മാത്രമേ വരുള്ളൂ. നമ്മൾ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകില്ല. ഞങ്ങൾ ഫാമിലിയായിട്ട് മാത്രമേ പോകാറുള്ളൂ അല്ലേ ഇതോ, ഞങ്ങൾ ഫാമിലിയായിട്ട് മാത്രമേ പോകാറുള്ളൂ. എപ്പോഴെങ്കിലും ഒരു മൂവി റിവ്യൂ ഞാൻ ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദർ കുഡ് ബി എ പോസിബിലിറ്റി ദാറ്റ് ആ പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയും. ഇവളുണ്ടെങ്കിൽ ഇവളെന്തായാലും പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വരില്ല. അത്ര വലിയ ആൾക്കാർ ഉറങ്ങിയിട്ട് അച്ഛൻ
ഗുഡ് നൈറ്റ് Bye bye. രാവിലെ കാണുന്നവർക്കും ഗുഡ് നൈറ്റ് കൊടുക്കട്ടെ Bye bye. അപ്പൊ ടേക്ക് കെയർ. കുഴപ്പമില്ല, സ്ഥലത്ത് വീട്ടിൽ കാണാം. ബൈ.